ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗിഫ്റ്റ് കാർഡുമായിട്ടാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനോ അതല്ലെങ്കിൽ ലവർക്കോ റിലേറ്റീവ്സിനോ പേരൻസിനോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലെ കാർഡാണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന തീം അങ്ങോട്ട് മാറ്റി കൊടുത്താൽ നമുക്ക് ആർക്കും കൊടുക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ അതിന് വേണ്ടുന്നത് ഒരു കട്ടിയുള്ളൊരു പേപ്പറാണ്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ കല്യാണ ലെറ്ററാണ്. ഇപ്പോൾ വീടുകളിൽ എല്ലാവരുടെ വീടുകളിലും കല്യാണ ലെറ്റർ കാണും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ഒരു കട്ടിയുള്ള നോക്കി നമ്മളിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ സൈഡൊന്ന് കേർവ് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കേർവ് രീതിയിൽ നമ്മൾ വരച്ചൊരു ഹേർട്ടിൻ്റെ രൂപമാണ് ഞാൻ വരച്ചെടുത്തേക്കുന്നത്. ഹേർട്ട് വരച്ചതിന് ശേഷം അത് ഫുൾ നമ്മൾ വരച്ചേക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഒരു മൊട്ടിപ്പിൻ യൂസ് ചെയ്തോ പിന്ന് യൂസ് ചെയ്തോ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ച്, അത് നമ്മൾ നൂല് വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. ഹോൾ ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പേപ്പറിനെ ഫോഴ്സ് ചെയ്യുമ്പം കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഹോൾ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു നൂലെടുത്ത് അപ്പം നടുക്ക് ഒരു സൈഡിലായിട്ട് നമ്മൾ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാം കടന്നു പോകുന്നത്. അപ്പം നമുക്ക് ഓരോ ഹോളിൽ നിന്ന് മുകളിൽ നിന്ന് ആ നടുക്കത്തെ ഹോളിൽ നിന്ന് ആയിട്ട് കൊടുക്കാം. അപ്പം ഓരോന്നും ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണം. അപ്പം മുകളിൽ നിന്ന് നടുക്കത്തെ ഹോളിലേക്ക് പിന്നെയും കറങ്ങി അതേ കണക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ അവിടുത്തെ തീം അവിടെ സെറ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ ലവ്വർക്കാണെങ്കിൽ ഹേർട്ട് കൊടുക്കാം, ഫ്രണ്ട്സിനാണെങ്കിൽ ഇപ്പോൾ വേറെ തീം കൊടുക്കാം, പേരൻസിനാണെങ്കിൽ നമ്മുടെ തീം ഏതാണോ വരച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് സെയിം പ്രോസസ്സ് തന്നെ തീം അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. പിന്നെ ബാക്കിൽ വെച്ച് ബാക്കിൽ നമ്മൾ എക്സസ് ആയിട്ടുള്ളയും ഒക്കെ നൂലൊക്കെ പൊങ്ങിയിരിക്കില്ലേ അതങ്ങോട്ട് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ഒരു നടുക്കത്തെ ഒരു സൈഡിലത്തെ ഹോളിൽ നിന്നല്ലേ നമ്മൾ മെയിനായിട്ട് പോയി, അപ്പോൾ അവിടെ കുറച്ചൊന്ന് പൊങ്ങിയിരിക്കും. അതുകൊണ്ട് നമ്മളൊരു പേപ്പർ അങ്ങോട്ട് എടുക്കുക, ഹേർട്ട് ഷേപ്പ് കട്ട് ചെയ്യുക, ഒട്ടിക്കുക. അപ്പോൾ ഇഷ്ടമുള്ള കളർ എടുക്കാം. അതിനുശേഷം നമുക്ക് ഏത് തീമാണോ വേണ്ടുന്നത് അതങ്ങോട്ട് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ആർക്കാണോ കൊടുക്കുന്നത് അതനുസരിച്ച് നമ്മളുടെ ആ ഒരു എഴുത്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു സംഭവം ആദ്യമേ ഞാൻ പെൻസിൽ വെച്ച് എഴുതിയിട്ടാണ് മാർക്കർ വെച്ച് എഴുതിയത്. നിങ്ങൾക്ക് അത്രയ്ക്ക് ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാം കേട്ടോ. എനിക്കത്ര ധൈര്യം പോരാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പം നമ്മൾ എഴുതി അതിന് മുകളിലോട്ട് മാർക്കർ വെച്ച് വരച്ച് അവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കാർഡ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതേപോലത്തെ ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. ഓക്കെ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. ആരും കമൻറ്റ് ചെയ്യാറൊന്നും ഇല്ല, എന്നാലും ഞാനിങ്ങനെ പറയുന്നുണ്ട്. റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. താങ്ക് യു ഫോർ വാച്ചിങ്.